വേഗം വാ. ആ കിണ്ണടി ഇവിടെ ദേ ഉടക്കിയതാ പണ്ടാറടപ്പ് ദേ. വേഗം വാ. ഇടി ക്യാമറ. ഓ ഒടിക്കലേ പതുക്കെ. ആ ഒളിതാനം ഒളിച്ചടിക്ക് പിടിക്കുമെന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കുവാന്. സാധനം കൈയൊക്കെ കടിച്ച് മുറിച്ച് വെച്ചിരിക്കുക. കയറി പിടിച്ചതും അതിന്റെ വായുടെ അകത്തോട്ടായി. മത്തിയൊക്കെ ഇരിപ്പുണ്ട്. മത്തിയൊക്കെ കഴിച്ച് ഉത്തരക്കുട്ടപ്പൻ ഇരിക്കുകയാണ് ഇവിടെ. കൈയൊക്കെ കടിച്ച് കീഴിച്ചിട്ടാണ് ഞാൻ പോത്തീസിനെ കൊണ്ട് വന്നത്. പോത്തീസിനെ നമുക്ക് അമൂറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോത്തീസ് ഉപയോഗിക്കുക. പോത്തീസിന്റെ കിറ്റ് കൊണ്ട് ഉരുടാൻ പോവാ. ഉറപ്പായിട്ടും മീൻ കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളത് ഇന്ന് ചൂണ്ടായിട്ട് വന്നായിരുന്നു. ചെട്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഓടോടുണ്ട്, പിന്നെ തേയിലുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സത്യത്തിൽ പറഞ്ഞാൽ മീൻ കിട്ടി. നമുക്ക് കുറച്ച് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ഇത്തിരി ലേറ്റായി പോയി. വേറെ ഒന്നും കൊണ്ടല്ല, കിട്ടുമോ ഇല്ല എന്ന് അറിഞ്ഞിട്ട് വേണ്ട ഇൻട്രോ. വേറെ ഇൻട്രോ എടുത്ത് വെച്ചിട്ടില്ല. കുറേ വീഡിയോ അങ്ങനെ എടുക്കുന്നുണ്ട് ഇൻട്രോ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ സാധാ 70 MM ലൈനാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യമുള്ള ഏരിക്കും ഹമ്മൂറിനൊക്കെ പറ്റിയ ലൈൻ തന്നെയാണ്. നമുക്ക് എന്തായാലും വീഡിയോയിട്ട് പോകാം. ഓക്കെ. കിട്ടിയാ? ഞാൻ പറഞ്ഞു പോടാ. എടാ വെള്ളത്തിൽ പോയി എടാ പോടാന്ന്. നീ പിടിക്കണായിരുന്നു. നീ കിടന്ന അഭ്യാസം കാണിച്ചോണ്ടിരുന്നോ അവിടെ? മീനല്ലേ പിടിക്കണ്ട ആദ്യം. അപ്പോൾ മീൻ ചെന്നിട്ട് അവരുടെ അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കും. മത്തി നമുക്ക് എതിര് തണുത്തിട്ടില്ല. വാ മോനെ പോളി. അതിന് ഫോൺ കിട്ടിയതാ. ആയിക്കോട്ടെ. പാലാണല്ലേ കിട്ടിയ? തലയിടണ്ട വീഡിയോ എടുക്കുന്ന മുമ്പ് ഞാൻ ഇതാക്കി. പൊളി അത് തന്നെയാണല്ലേടാ. കാണിച്ചറാ. പിടിച്ചോ, നേരത്തെ ഊരി പോകില്ല. അതെണ്ണം കിട്ടി. തീറ്റ കാണിച്ചില്ല.
സാധനം അടിച്ച് വേഗം വാ വേഗം വാ വേഗം വേഗം വാ. ആ കിണ്ണടി ഇവിടെ ദേ ഉടക്കി പണ്ടാറടപ്പ് ദേ വേഗം വാ വേഗം വേഗം വാ. ഇടി ക്യാമറ ക്യാമറ അറിയിലോടെ കേട്ടാ റീലടിച്ചിറക്കണം. ഇതുണ്ടേ നിൽക്കണോ ആ വതക്കെട് റീലേ ലോങ് എന്ന് നോക്കിയാ വെടിക്കെട്ട് വേണം. റീലോടെ ഉടക്കി കിടക്കണം. ഉടക്കല്ല അടിച്ചിറക്കണം. ഓടിക്കല്ലേ പതുക്കെ വലിക്കല് റീലല്ല. മറ്റേത് വേണ റീലെടുത്തോണ്ട് വേണ. അങ്ങനെ തന്നെ പള്ളിപ്പെരുന്നാളും എല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. സെബസ്ത്യാനോസ് പുണ്യാളാ കുറെ നാളത്തെ ആഗ്രഹമാണ്. അങ്ങനെയൊക്കെ എല്ലാം ഒടിയും. അല്ല കായൽ വരണമെങ്കിൽ അങ്ങനെ വലിക്കല്ല. ഇത് നമ്മുടെ അത് വലിക്കാണ് ഞാൻ വലിക്കണം നല്ലത്. ഞാൻ പിടിച്ചോണ്ട് വരുമ്പോ പിടിച്ചോണ്ടിരിക്കുന്നത്. പോയാ അയ്യോ അങ്ങനെ പിടിച്ച് അടുത്ത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പീസ് ഇറക്കാൻ പറ്റത്തില്ല കേട്ടോ ജോബി. കൈ പിടിച്ചാൽ മതി. അല്ലെങ്കിൽ 100 സാമാനം ഒടിഞ്ഞില്ലേ. ഇനി അവനെ പിടിച്ചിട്ട് കയറാം. അമ്മ സാധനം അടിച്ച് കിടക്കൂടാ. ഒന്നെങ്കിൽ 100 ഉറപ്പാ. ഓടി കഞ്ഞട കയറിയിരിക്കുക കള്ള പന്നി. എൻ്റെ പുതിയ പോളോടെ ഓടിച്ച് കളഞ്ഞവൻ. ഇത് പിടിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ വന്നാൽ പിടിച്ചിട്ട് കാര്യമില്ല. വേറെ കിട്ടണേ ഗംഗ സാധനം. അതിന് കൈയൊക്കെ ചോര കളറായി. ഒരു ജംഗ സാധനം അടിച്ചിളക്കുക. പോളോടൊക്കെ ഓടിച്ച് പോളോടൊക്കെ രണ്ടാക്കി തന്ന് കൈ തന്നെടുക്കണം. കിട്ടിയാ ആ പോനെ പോളി മോനെ ജോബി പോളി മോനെ. നീ പൊളിയാണ്ട പോളി കയറി പിടിയാ വയറെ പിടിയാ. വയറെ പിടിയാ അവനെ വിടല്ല. അവനെ താലടിച്ച് പൊട്ടിക്കണം. കൊണ്ടുപോവാ. ഞാൻ പോളറോടെ കളഞ്ഞോ കള്ളപ്പന്നി. അവനെ കാണിക്കണം. മോന്തേന്ന് കാണിച്ചേ. എൻ്റെ മോന്തേന്ന് കാണിച്ചോടാ. യപ്പാ ജോബി മെയിൻസ് മാസിനെ. ആ കരയെ കൊണ്ടുവന്നിട്ട് അഭ്യാസം മതി. കരയെ കൊണ്ട് വാടാ മോനെ. കൊണ്ട് വാടാ. സാധനം പൊളിച്ചടിക്ക് പിടിക്കുമെന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കുവനെ. എൻ്റെ ഒരു ഫോട്ടോ എന്റെ വീഡിയോ തീർക്കട്ടാ. നീ ബാബു ചേട്ടനെ വിളിക്കണോടാ. ഞാനങ്ങോട്ട് എനിക്ക് ഫോട്ടോ എടുക്കട്ടെ. എന്റെ വീഡിയോ എടുത്ത് തീർന്നില്ല. പൊളിച്ച് ഒരൊറ്റ മനുഷ്യനല്ലേ ഇവിടെ. കുഴപ്പമില്ല. എന്റെ സന്തോഷം കൊണ്ട് ഞാൻ കിടന്ന് കൂണു. മോനെ പൊള്ളി മോനെ 400 ഫോട്ടോ എടുത്ത് ജംഗ ഹമൂറ് എന്റെ അനുവിനെന്ന് വിളിക്കട്ടാ. എനിക്ക് സാധനെടുക്ക്. കറക്കോടിക്ക എന്റെ പൊന്നെ എന്നെ കിട്ടുന്നുണ്ടോ? നീ ഉണ്ടാ. ഫോട്ടോ അല്ല വീഡിയോ മതി. ഓക്കെ ഞാനേ സാധനത്തെ കൈയൊക്കെ കടിച്ച് മുറിച്ച് വെച്ചിരിക്കുക. കയറി പിടിച്ചതും അതിന്റെ വായുടെ അകത്തോട്ടായി. വായിക്കകത്ത് മത്തിയൊക്കെ ഇരിപ്പുണ്ട്. മത്തിയൊക്കെ കഴിച്ച് ഉത്തരക്കുട്ടപ്പൻ ഇരിക്കുകയാണ് ഇവിടെ. കൈയൊക്കെ കടിച്ച് കീറി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് വലിപ്പമുള്ള ഒരു എങ്ങനെ പോലെ ഒരു 2.5 അല്ലേ
ഒരു 2 കിലോ 2-2.25 കിലോ എങ്ങനെ ഒന്നല ഉണ്ട്. ബോളോട് ഒടിച്ച് കൈ തന്നിട്ടുണ്ട്. 15 ബോളോട് ഒടിച്ചിട്ട് പുള്ളിക്കാരൻ 6 അടിച്ചാക്കി തന്നിട്ടുണ്ട്. 15 ബോളോട് ഒടിച്ച് കൈ തന്നിട്ടുണ്ട്. മാന്യ മഹാമനസ്ക് അമൂർ ചെത്തിന്ന് മീൻകിടത്തില്ലെന്ന് വെയിറ്റ് തൂക്കി കാണിക്കാൻ വേണ്ടിട്ട് നമ്മുടെ മറ്റേ സാധനമൊന്നും ഇല്ല, എന്നാലും കൈ പിടിച്ചുള്ള പരിചയം കൊണ്ട് അല്ല ചെത്തിന്ന് മീൻകിടത്തില്ലെന്ന് പറഞ്ഞമാരെല്ലാം എന്തോ കാണണം സാധനം. ചെത്തി നമ്മളെപ്പോ വന്ന് നമുക്ക് എത്തിന്ന് മീൻ കിട്ടാറുണ്ട്. ഇതേ കിടക്കുന്ന സാധനം അമൂർ ഒരു 2 കിലോ. കഴിഞ്ഞ ആഴ്ച ഒരു 1 കിലോ കൂടെ അമൂർ കിട്ടിയത്. ഇപ്പൊ അടുത്ത് 2ാമത് ഇങ്ങനെ കാണിച്ചാൽ 2 കിലോ ഒന്നും ആരും വിശ്വസിക്കത്തില്ല. പക്ഷെ വെയിറ്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ സെറ്റപ്പ് നമ്മൾ പുതിയ യൂട്യൂബ് ചാനലിലായിരുന്നു. അപ്പോൾ നമ്മുടെ അതിനുള്ള പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. ഈ വീഡിയോ എടുക്കുന്നത് ഫോണിൽ തന്നെയാണ്. അത് ഒരാളെ പിടിച്ചോണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത മീനെ പിടിച്ച് നോക്കട്ടെ. മറ്റേ സ്പൈഡർ കാർബൺ ഹുക്കാണ്. ചെറിയ സ്പൈഡറൊന്നും ഇനിയിപ്പോൾ വലിയ ഉപകാരമൊന്നുമില്ല. മഴയൊക്കെ മാറി വേനലായപ്പോഴേക്കും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉള്ള ഒരു 10-16 സ്പൈഡറിൻ്റെ അകത്ത ഹുക്കുണ്ട്. അത് മൊത്തം പറിച്ചെടുത്തിട്ട് ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഏരിക്കുഞ്ഞും കിട്ടിയിട്ടുണ്ട്, ഒരു ഹമൂറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിറ്റിലേക്ക് ഇടുകയാണ്. ഇതേ നമ്മുടെ മീനൊക്കെ കാണിച്ചു കൊടുത്തത്, മഴ മീനൊക്കെ നമ്മുടെ നമുക്ക് ഏരിക്കുട്ടന്മാരായിരുന്നു കാണാൻ പറ്റുന്നുണ്ടോ? ഏരിക്കുട്ടന്മാർ നമ്മുടെ ഒരു ഹമൂർ മഞ്ഞ കളറായി ചെറുക്കെ. ഇതാണ് പോത്തീസിൻ്റെ കിറ്റും കൊണ്ട് വന്നാൽ വേറൊരു ഗുണമുണ്ട്, മീനിൽ ആവശ്യം കിട്ടും. ഈ തമിഴന്മാരുടെയൊക്കെ യൂട്യൂബ് ചാനലിനകത്ത് അവന്മാർ ഈ പോത്തീസിൻ്റെ കിറ്റും കൊണ്ടാണ് മീൻ പിടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അവന്മാർക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടുന്നുണ്ട്. അത് പരീക്ഷിച്ചാണ് ഞാൻ പോത്തീസിനെ ചെറുക്കം കൊണ്ട് വന്നത്. പോത്തീസ് പോത്തീസിനെ നമുക്ക് അമൂറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോത്തീസ് ഉപയോഗിക്കുക. പോത്തീസിൻ്റെ കിറ്റ് കൊണ്ട് ഇടാൻ പോവുക, ഉറപ്പായിട്ടും മീൻ കിട്ടും.